ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം ആവേശം പകർന്നുകൊണ്ട് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കിടെ ആദ്യ ടെസ്റ്റിന് നാളെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഇന്ത്യൻ സമയം രാവിലെ 9:30 തുടക്കമാകുകയാണ്. ആവേശം നിറഞ്ഞ പോരാട്ടം തന്നെയാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും ഇന്ത്യൻ ടീമിനും വലിയ വെല്ലുവിളികൾ നിറഞ്ഞ മത്സരം തന്നെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഈ ഒരു ടെസ്റ്റ് പരമ്പര. അതും സ്വന്തം നാട്ടിലാണ് പരമ്പര നടക്കുന്നത്. അതിൻ്റെ വെല്ലുവിളി മറുവശത്ത്. ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളികളെയും സമ്മർദ്ദങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് വേണം ശുഭ്മാൻ ഗില്ലിനും കൂട്ടർക്കും ഈ ഒരു പരമ്പരയിൽ വിജയം നേടാൻ വേണ്ടി. പ്രത്യേകിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്രധാനമേറിയ ഒരു പരമ്പരയും കൂടിയാണ്. അതിൻ്റെ ഫൈനൽ ഉറപ്പിക്കണമെങ്കിൽ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഈ ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ ആവേശം നിറഞ്ഞ ഒരു പോരാട്ടം തന്നെ നമുക്ക് നാളെ മുതൽ കാണാൻ കഴിയും. ഒന്നാം ടെസ്റ്റ് ആരംഭിക്കും മുമ്പ് തന്നെ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുന്നത് ഇന്ത്യയുടെ യുവ ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി നാളത്തെ മത്സരം കളിക്കുന്നില്ല എന്നുള്ളതാണ്. നാളെ മുതലാണ് രാജ്കോട്ടിൽ ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിലുള്ള ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. അതിനുള്ള ഇന്ത്യ എ ടീമിലേക്ക് നിതീഷ് കുമാർ റെഡ്ഡിയെ നിയമിച്ചിരിക്കുകയാണ്, ആ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാലാണ് നിതീഷ് കുമാർ റെഡ്ഡിക്ക് നാളെ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഒന്നാം ടെസ്റ്റ് നഷ്ടമായിരിക്കുന്നത്. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം താരം ചേരുമെന്നാണ് BCCI അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു ആശങ്കയുള്ളത് ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിൻ്റെ പരിക്കിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ ഇന്ത്യ എ ടീം നടത്തിയ അനൗദ്യോഗിക രണ്ടാം ടെസ്റ്റ് മത്സരത്തിനിടയിലായിരുന്നു ഋഷഭ് പന്തിന് പരിക്ക് പറ്റിയത്. എന്നാൽ പരിക്കിന്നും താരം പൂർണ്ണമായി മോചിതനായിട്ടില്ലെങ്കിലും നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന ഒന്നാം ടെസ്റ്റിൽ താരം കളിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഋഷഭ് പന്തിന് പുറമെയായിട്ട് മറ്റൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലിനെയും നാളത്തെ ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലെയിങ് 11-ൽ ഉൾപ്പെടുത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഋഷഭ് പന്തിന് നാളത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടുള്ള ചുമതലയാകും ലഭിക്കുക. ആ സമയം രണ്ടാം വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലിന് വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ ചുമതലയും കൂടെ വഹിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. എന്തായാലും നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തായതോടെ തന്നെയാണ് ഇപ്പോൾ ധ്രുവ് ജുറേലിന് ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ നടന്ന അനൗദ്യോഗിക ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനം, അതും സെഞ്ചുറി നേടിയുള്ള മികച്ച ഫോമിലാണ് ധ്രുവ് ജുറേൽ ആയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് വിക്കറ്റ് കീപ്പർമാരെ തന്നെയാണ് ഇന്ത്യ നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിനുള്ള പോരാട്ടത്തിന് ഇറങ്ങും മുമ്പ് തന്നെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.